ഹലോ, ഞാൻ അച്ചൂസും കൂടി ഇപ്പം നിൽക്കുന്നത് ഒരു അമ്പലത്തിൻ്റെ ഉമ്മറത്താട്ടോ. അതായത് സ്വർണ്ണഗതയൊക്കെ എത്തുന്നതിൻ്റെ മുന്നുള്ള ഒരു അമ്പലമാണ് ഇത്. അപ്പോൾ ഇവിടെ ഇന്ന് വിശേഷ ഉത്സവമാണ്. ഇന്ന് മാത്രമല്ല, ഇന്ന് തുടക്കം കുറിക്കണം. ഒരാഴ്ചയായി തുടക്കം കുറിച്ചിട്ട്, പക്ഷേ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഇതൊക്കെ ആയിട്ട് നമുക്ക് ഇന്നാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഉത്സവങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇവരുടെ ഉത്സവമൊക്കെ എങ്ങനെയാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഉണ്ടല്ലോ, പുറത്ത് വെച്ചിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാണിച്ചു തരാം. നല്ല ഭംഗിയിൽ, കുഞ്ഞമ്പലം കേട്ടോ, പക്ഷെ നല്ല ഭംഗിയിൽ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല പൂക്കളൊക്കെ ആയിട്ട് എൻ്റെ പുറകിൽ കാണാനുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സാധാരണ എല്ലാവരും ചെയ്യും പോലെ റോട്ടിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പല കളറിലുള്ള ലൈറ്റാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കുറച്ചങ്ങോട്ട് അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് താഴേക്ക് ഇതാ കുറച്ച് കളറായിട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് അമ്പലത്തിൻ്റെ മതിലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്പലത്തിൻ്റെ മതിൽ എത്ര ഭംഗിയിൽ അവർ അലങ്കരിച്ചിരിക്കണമെന്ന് കണ്ടോ, എന്തൊക്കെ കളറുകളല്ലേ. നമ്മുടെ ക്യാമറയിൽ രാത്രി ആയതുകൊണ്ടായിരിക്കും അതിൽ കാണുന്ന ഭംഗി നമ്മുടെ ക്യാമറയിൽ വരുന്നില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ ഓരോ ബോർഡാണ്. അതൊക്കെ ഓരോ ബോർഡാണ്. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പം ഇനി നമുക്ക് അമ്പലത്തിൽ കയറിയിട്ട് നമുക്ക് കുറച്ച് അവർ ആ കുംഭം കൊണ്ട് തന്നെ, കുംഭമാണോ എന്താ അറിയില്ല, അങ്ങനെ എന്താ എനിക്ക് തോന്നുന്നു വേപ്പിലല്ലേ, അതാണ് തോന്നുന്നു. അതൊക്കെ ചട്ടിയിലാക്കിയിട്ട് ഇങ്ങനെ കൊട്ടും ഇതൊക്കെ ആയിട്ട് കുറച്ച് അവിടെ സൗണ്ട് ഉണ്ട്. നമുക്ക് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി നോക്കാം കേട്ടോ. ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ ഏതാന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ ഇതാണ് നമുക്ക് ആകെ അറിയുന്ന ദൈവം ഏതാ, കൃഷ്ണ, ശിവൻ, അങ്ങനെയൊക്കെ വലിയ വലിയ ദൈവങ്ങളൊക്കെ നമുക്ക് അറിയുള്ളൂ. പക്ഷെ ഇത് സൂലക്കൽ മാരിയമ്മൻ കോവിലാണ് കേട്ടോ. അപ്പോൾ ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എനിക്കും ആദ്യം അറിയില്ലായിരുന്നു ഇവിടുത്തെ പ്രതിഷ്ഠ ഏതാന്ന്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ലൈറ്റ് ഉണ്ട്. പിന്നെ അതൊരു ആൽമരത്തിൻ്റെയാണ്, നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു ഇതിൽ. അപ്പോൾ ഇത് ഈ ബോർഡ് കണ്ടപ്പം ഇവിടെ ഉള്ളവരോട് ചോദിക്കുമ്പോൾ അവർ ഭാഷ വേറെ ആയതും കൊണ്ട് നമുക്ക് അങ്ങനെ മനസ്സിലാവില്ല. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കി പറയുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ.
നല്ല രസല്ലേ? ഓ, വേറെ എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ പരിപാടികളൊക്കെ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നത് കുറച്ച് വൈകിപ്പോയി, എന്നാലും നമ്മൾ ഒരുവിധം നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പരിപാടികളൊന്നും എനിക്കിതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ അന്നദാനമുണ്ട്. ഇപ്പോൾ സമയം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട് രാത്രി. അപ്പോൾ അന്നദാനത്തിന് ഞാൻ നിൽക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ലോണം ഭക്ഷണം കഴിച്ചിട്ടാണ് അമ്പലത്തിൽ. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ ഭക്ഷണം ഉണ്ടായിരുന്നെങ്കിലും അത് കഴിക്കാൻ കാത്തു നിൽക്കുന്ന ക്ഷമ എനിക്കുണ്ടായിരുന്നില്ല. ഞാനെൻ്റെ ഓഫീസിൽ ചായ ഈ ഐറ്റംസ് ഒന്നും കുടിക്കാറില്ല. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ആഹാരം കഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നില്ല. അപ്പം എന്നാൽ അമ്പലത്തിൽ ഉത്സവമൊക്കെ കണ്ടു. ഇനി വേറെ ദിവസം വന്ന് നമുക്ക് വീണ്ടും കാണാം. അപ്പം എന്നാൽ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.